തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാര ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1-ാം വാക്യം. വരുവിൻ, നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ മുറിവ് കെട്ടും. പ്രിയമുള്ളവരെ, പരിശുദ്ധ 3 നോമ്പിലൂടെ സഭ കടന്നു പോകുകയാണ്. നോമ്പ് നമ്മെ അനുതാപത്തിലേക്കും ആത്മതപനത്തിലേക്കും ആത്മസംയമനത്തിലേക്കും ആത്മസംസ്കരണത്തിലേക്കും ആത്മസമർപ്പണത്തിലേക്കും നയിക്കുന്നതാണ്. സത്യ അനുതാപത്തോടും കണ്ണുനീരിൻ്റെ ചായത്തിൽ ജീവിതത്തെ കഴുകുവാനും ശുദ്ധീകരിപ്പാനും ഈ നോമ്പുകാലം നമുക്ക് സാധിക്കണം. വികലതയിൽ നിന്നും പൂർണ്ണതയിലേക്കുള്ള പ്രയാണമാണ് നോമ്പ്. മനുഷ്യവർഗത്തിൻ്റെ അകൃത്യവും പാപവും പോക്കി ശുദ്ധീകരണത്തിലേക്ക് നയിക്കുവാൻ ആത്മീയതയുടെ വസന്തകാലം ഈ നോമ്പുകാലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ജനസഞ്ചയത്തിൽ അകൃത്യം പെരുകുകയും അനർത്ഥങ്ങൾ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ 2 സംഗതികൾ പ്രാധാന്യം നൽകേണ്ടിയിരിക്കുന്നു. ഒന്ന്, സമൂഹ ഗാത്രത്തിൽ നിന്നും അശുദ്ധിയും അത്യാചാരങ്ങളും വിദ്വേഷവും നീങ്ങണം. 2, സത്യമായ അനുതാപത്തോടും നിലവിളിയോടും കൂടെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് നാം മടങ്ങിച്ചെല്ലണം. അതുമാത്രമാണ് നമുക്ക് ആശ്രയം. നോമ്പുകാലം അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങുവാനുള്ള ആഹ്വാനമാണ്. ഒന്നാമതായി നാം ആരാണെന്ന് തിരിച്ചറിയുകയും നമ്മുടെ അസ്തിത്വത്തെപ്പറ്റി നമുക്കൊരു ബോധ്യമുണ്ടാകുകയും അപ്രകാരം ദൈവത്തിൻ്റെ കൃപയിലേക്ക് മടങ്ങിച്ചെന്ന് നമ്മുടെ അകൃത്യങ്ങൾ തിരിച്ചറിഞ്ഞ് അവയെ പിഴുതെറിയുന്നതാണ് ഈ നോമ്പുകാലത്തിൽ അനിവാര്യമായിട്ടുള്ളത്. കാലാകാലങ്ങളിൽ സമൂഹങ്ങളിൽ തിന്മയുടെ ഇത്തിൽ കണ്ണികളും തുരുമ്പും പുഴുക്കുത്തും ഉണ്ടാകുക സ്വാഭാവികമാണ്. എന്നാൽ അവയ്ക്ക് ന്യായീകരണവും വിശദീകരണവും നടത്തി കൂടുതൽ വഷളാക്കാതെ തിന്മ എന്ത്, എവിടെ എന്ന് മനസ്സിലാക്കി അത് ഉന്മൂലനം ചെയ്യേണ്ടിയിരിക്കുന്നു. തിന്മയുടെ വഴി മാറാതെ ദൈവാനുഗ്രഹം ഉണ്ടാവുക അസാധ്യമാണ്. യഹോവ കായീനോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധേയമാണ്. നീ കോപിക്കുന്നത് എന്തിന്? നിന്റെ മുഖം വാടുന്നതും എന്ത്? നീ നന്മ ചെയ്യുന്നു എങ്കിൽ പ്രസാദമുണ്ടാകുകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിക്കൽ കിടക്കുന്നു. അതിൻ്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 6-ഉം 7-ഉം തിരുവചനങ്ങൾ. പ്രിയമുള്ളവരെ, കായീനോട് പറയുന്ന വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ പരിസരങ്ങളോട് ദൈവം ആഹ്വാനം ചെയ്യുന്ന വചനങ്ങളാണ്. തിന്മയിൽ കുടുങ്ങിക്കിടക്കാതെ നന്മ ആശ്രയിച്ചുകൊണ്ട് നന്മ പ്രവർത്തിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ മടങ്ങി വരുവാൻ നമുക്ക് സാധിക്കണം. തിന്മ നീക്കാൻ നുടുക്കുവിദ്യകളൊന്നുമില്ല. അതിനായി ബോധപൂർവം നാം ശ്രമിക്കേണ്ടതാണ്. ഈ പ്രക്രിയയിൽ ചിലപ്പോൾ അല്പം നൊമ്പരമുണ്ടാകാം, സാരമില്ല. തിന്മ നിലനിൽക്കുന്ന സമൂഹം ജീർണിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെയാണ് അനുതാപമില്ലാത്ത ജീവിതം നമ്മെ രോഗാതുരമാക്കും. വലിയമാർ ബസേലിയോസിന്റെ പ്രസ്താവനയാണ്. സത്യ അനുതാപത്തോടെ ദൈവസന്നിധിയിലേക്ക് മടങ്ങുവാനാകട്ടെ. മറ്റൊന്ന്, യഥാർത്ഥ മനസ്താപത്തോടെ സകലവും അറിയുന്ന ദൈവത്തിൻ്റെ അടുക്കലേക്ക് പ്രത്യാശയോടെ നാം അടുത്ത് ചെല്ലണം. സകല അകൃത്യവും പോക്കി നമ്മെ വീട്ടെടുക്കുവാൻ കഴിവും സന്മനസ്സും ഉള്ളവനാണ് ദൈവം. ദൈവബന്ധം യാന്ത്രികമായി ഒരു കൂത്തുകാഴ്ചയായി അധപ്പതിക്കുന്ന ഇടങ്ങളിൽ ഈ ഈശ്വര ചൈതന്യം അനർത്ഥങ്ങൾക്ക് വഴിമാറുന്നു. പ്രിയമുള്ളവരെ,
കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും നമ്മുടെ ജീവിതത്തിൽ കൂടുതലായി വർദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഉത്തരാധുനിക സാഹചര്യങ്ങൾ പലപ്പോഴും തിന്മയുടെ അതിപ്രസരം സമൂഹത്തിൽ വ്യാപിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ ദൈവകൃപ ധാരാളമായി പകരുവാൻ തക്കവണ്ണം നമുക്ക് ദൈവത്തോട് അടുത്തിയല്ല. ഏത് പ്രതിബന്ധത്തെ നീക്കാൻ കഴിവുള്ളതാണ് ദൈവകൃപ. ദൈവം നമ്മെ അടിച്ചാലും അവൻ നമ്മെ മുറിവ് കെട്ടി ആശ്വസിപ്പിക്കുന്നവനാണെന്ന് ഹോശയ്യാവ് ഇവിടെ പ്രസ്താവിക്കുകയാണ്. ഗുരുവിനെ തള്ളിപ്പറഞ്ഞ ശീമോൻ പത്രോസ് പറഞ്ഞു തരുന്ന പാഠവും മറ്റൊന്നല്ല, കണ്ണുനീരോടെയുള്ള പ്രാർത്ഥന ഹിസ്കിയാവിൻ്റെ പ്രാർത്ഥന പോലെ സ്വീകാര്യമായിരിക്കും. ദൈവത്തെ അഭയം പ്രാപിക്കാം. മറ്റു പ്രായോഗിക വിധികൾക്ക് ബുദ്ധിപരമായ പ്രയോഗിച്ചാൽ ഫലം പരാജയമായിരിക്കും. നമുക്ക് ദൈവസന്നദ്ധിയിലേക്ക് മടങ്ങി വരാം. ധൂർത്തപുത്രനെ പോലെ അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്ന അപ്പാ, എന്നോടും സ്വർഗത്തോടും ഞാൻ പാപം ചെയ്തു പോയി എന്ന് ഏറ്റുപറയുവാനുള്ളൊരു ആർജവത്വം ഈ നോമ്പ് കാലത്ത് നമുക്ക് ഉണ്ടാകണം. ദൈവകൃപ നമ്മെ മാടി വിളിക്കുന്നു. ദൈവസ്നേഹം നമുക്ക് മാടി വിളിക്കുന്നു. ആയതിനാൽ നമുക്ക് ദൈവസന്നിധിയിലേക്ക് മടങ്ങിച്ചെല്ലാം. ദൈവം നമ്മെ ശുദ്ധീകരിക്കുമാറാകട്ടെ. ആമേൻ.